ഓം ശാന്തി. ഇന്ന് 25/9/2025 പ്രഭാതമുരളി. बाबा कहते हैं, मीठे बच्चे, यह ड्रामा का खेल एक्यूरेट चल रहा है, जिसका जो पार्ट जिस घड़ी होना चाहिए वही रिपीट हो रहा है. यह बात യഥാർത്ഥ രീതി സമജന ഹെ. അപ്പം ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ഈ ഡ്രാമ അല്ലെങ്കിൽ ഈ നാടകത്തിൻ്റെ കളി വളരെ കൃത്യമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരുടെ പാർട്ട് ഏത് സമയത്ത് വേണമോ അതനുസരിച്ച് തന്നെയാണ് ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കണമെന്ന് ബാബ പറയാം. അപ്പം ഈ നാടകം ആവർത്തനമാണല്ലോ, അത് ആരുടെ പാർട്ട് എപ്പോൾ വേണമോ അതനുസരിച്ച് തന്നെയാണ് ഓരോ പാർട്ടും നടക്കുന്നത്. അത് ആക്യുറേറ്റ് ആണെന്ന് ബാബ പറയാം. വളരെ കൃത്യമാണ്
അതിൽ ഒരു മാറ്റവുമില്ല എന്ന് ബാബ പറയാം. ഇനി ബാബ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, തും ബച്ചോം കാ പ്രഭാവ് കബ് നിക്കലേഗ, അഭി തക് കിസ് ശക്തി കി കമി ഹേ. ബാബ ചോദിക്കുകയാണ്, നിങ്ങൾ കുട്ടികളുടെ പ്രഭാവം എപ്പോഴാണ് പുറത്തേക്ക് വരിക? ഇതുവരെ ഏത് ശക്തിയുടെ കുറവാണ് ഉള്ളത്? അതായത് നിങ്ങളുടെ പ്രഭാവം എപ്പോൾ പുറത്തു വരും? അത് ആ പുറത്തു വരാതിരിക്കുന്നത് കാരണം ഒരു ശക്തിയുടെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഏത് ശക്തിയുടെ കുറവാണ് ഉള്ളത് എന്ന് ബാബ ചോദിക്കാം. ഉത്തർ, ജബ് योग में मजबूत होंगे तब प्रभाव निकलेगा, अभी वह जौहर नहीं है. ബാബ പറയാണ്, എപ്പോഴാണോ നിങ്ങൾ യോഗത്തിൽ വളരെ ശക്തിശാലികളായിട്ട് മാറുന്നത് അപ്പോഴാണ് നിങ്ങളുടെ പ്രഭാവം ഉണ്ടാവുക. ഇപ്പോൾ ആ ഒരു മൂർച്ച ഇല്ല എന്ന് ബാബ പറയാം. ആ ഒരു ശക്തിയുടെ കുറവുണ്ട്, യോഗബലത്തിൻ്റെ കുറവുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രഭാവം ഇല്ലാത്തത്. പക്ഷെ എപ്പോഴാണോ നിങ്ങൾ യോഗത്തിൽ ശക്തിശാലികളായിട്ട് മാറുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രഭാവം ഉണ്ടാകുമെന്ന് ബാബ പറയാം. യാദ് സേ ഹി ശക്തി മിൽത്തി ഹേ, ഓർമ്മയിലൂടെ തന്നെയാണ് ശക്തി ലഭിക്കുന്നത്. ജ്ഞാൻ തൽവാർ മേം യാദ് കാ ജോഹർ ചാഹിയേ ജോ അഭി തക് കം ഹേ. ബാബ പറയാണ്, അതായത് ജ്ഞാനമാകുന്ന വാളിൽ ഓർമ്മയുടെ മൂർച്ച തീർച്ചയായിട്ടും വേണം. പക്ഷെ ബാബ പറയാണ്, ഇതുവരെ അതിൻ്റെ കുറവുണ്ടെന്ന് പറയാം ബാബ. ആ ഒരു ശക്തി ഇതുവരെ വന്നിട്ടില്ല, അതിൻ്റെ കുറവാണുള്ളത്. അതായത് ഓർമ്മയുടെ ശക്തി, ഓർമ്മയിലിരിക്കുമ്പോഴാണ് ശക്തി ലഭിക്കുക, അതിൻ്റെ കുറവുണ്ട് എന്ന് പറയാം ബാബ. അഗർ അപ്പനെ കോ ആത്മാ സമജ് ബാപ്പു കോ യാദ് കർത്തേ രഹോ തോ ബേഡ പാർ ഹോ ജായേഗ. ബാബ പറയാണ്, നിങ്ങൾ സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തോണി അക്കരയെത്തും. യഹ് സെക്കൻഡ് കി ഹി ബാത്ത് ഹേ, ഇത് ഒരു സെക്കൻഡിൻ്റെ തന്നെ കാര്യമാണ് എന്ന് ബാബ പറയാം. ഓം ശാന്തി. रूहानी बच्चों को रूहानी बाप बैठ समझाते हैं. रूहानी बाप एक को ही कहा जाता है. അതായത് ആത്മീയ കുട്ടികൾക്ക് ആത്മീയ അച്ഛൻ ഇരുന്നിട്ടാണ് മനസ്സിലാക്കി തരുന്നത്. ആത്മീയ അച്ഛൻ എന്ന് ഒരേ ഒരാളെയാണ് പറയുക. ബാക്കി സബ് ഹേ ആത്മായേ, ബാക്കി എല്ലാവരും ആത്മാക്കളാണ്. അതായത് ആത്മാക്കളുടെ എല്ലാവരുടെയും അച്ഛൻ ഒന്ന് തന്നെയാണ്, ബാക്കി എല്ലാവരും ആത്മാക്കളാണ്. ഉൻകോ പരം ആത്മാ കഹാ ജാതാ ഹേ. അപ്പൊ ആത്മാക്കളുടെ അച്ഛനെ എന്താ പറയാ? പരമാത്മാ. ബാപ്പ് കഹത്തെ ഹേ മേ ബി ഹൂം ആത്മാ പരന്തു മേ പരം സുപ്രീം സത്യ ഹൂം. ബാബ പറയാണ്, ബാബയെ തന്നെയാണ്, ഇത് ഞാൻ ഒരു ആത്മാവാണ്, പക്ഷേ ഞാൻ എന്താണ്? പരം സുപ്രീം സത്യ, അതായത് അത്രയും ഉയർന്ന സത്യമാണെന്ന് പറയാം ബാബ. ബാബയും ആത്മാവ് തന്നെയാണ്, പക്ഷെ ബാബ ഉയർന്ന സത്യമാണ്, പരമമായ ആത്മാവാണ്, പരമസത്യമാണ്. മേ ഹി പതീത് പാവൻ ജ്ഞാൻ കാ സാഗർ ഹൂം. ഞാൻ തന്നെയാണ് പതീത പാവനനും ജ്ഞാനത്തിൻ്റെ സാഗരനും. बाप कहते हैं मैं आता ही हूँ भारत में बच्चों को विश्व का मालिक बनाने. ബാബ പറയാണ്, ഞാൻ വരുന്നത് ഭാരതത്തിൽ തന്നെയാണ് കുട്ടികളെ വിശ്വത്തിൻ്റെ അധികാരികളാക്കി മാറ്റുന്നതിന് വേണ്ടി. അപ്പോൾ ബാബ എല്ലാ കൽപ്പത്തിലും വരുന്നത് ഭാരതത്തിൽ തന്നെയാണ്. ബാബ എന്തിനാ വരുന്നത്? ബാബയുടെ കർത്തവ്യം നമ്മൾ കുട്ടികളെ എല്ലാം വിശ്വത്തിൻ്റെ അധികാരികളാക്കി മാറ്റുക. അതിനായിട്ടാണ് ബാബ വരുന്നത്. തും ഹി മാലിക് ദേന, നിങ്ങൾ അധികാരികളായിരുന്നല്ലോ എന്ന് ബാബ ചോദിക്കുകയാണ്. അബ സ്മൃതി ആയി ഹേ ബച്ചോं को स्मृति दिलाते हैं तुम पहले पहले सतयुग में आए फिर पार्ट बजाते 84 जन्म भोग अब पिछाड़ी में आ गए हो. ബാബ
പറയാണ്, ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് സ്മൃതി വന്നു കഴിഞ്ഞു. കുട്ടികളെ സ്മൃതി ഉണർത്തിയത് ആരാണ്? ബാബയാണ്. ബാബ ഇങ്ങനെയാണ് പറഞ്ഞ് കുട്ടികളെ സ്മൃതി ഉണർത്തിയത്. അതായത് നിങ്ങൾ ആദ്യം സത്യയുഗത്തിലേക്ക് വന്ന് പിന്നീട് നിങ്ങൾ പാർട്ട് അഭിനയിച്ച് 84 ജന്മം അനുഭവിച്ചു. അത് കഴിഞ്ഞ് അവസാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഈ ഒരു കാര്യം സ്മൃതി ഉണർത്തിയത് ആരാണ്? ബാബയാണ് സ്മൃതി ഉണർത്തി തന്നത്. തും അപ്പനേക്കോ ആത്മാ സമജോ. ബാബ പറയാണ്, നിങ്ങളെ സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ആത്മാ അവിനാശി ഹേ, ശരീർ വിനാശി ഹേ. ബാബ പറയാണ്, നിങ്ങൾ സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ആത്മ അവിനാശിയാണ്, ശരീരമാണെങ്കിലോ നശിക്കുന്നതാണ്, അല്ലെ? ശരീരം നശിക്കും, പക്ഷെ ആത്മാവ് നശിക്കില്ല. ആത്മാ ഹി ദേഹ കെ സാത്ത് ആത്മാവോം സെ ബാത്ത് കർത്തി ഹേ. ബാബ പറയാണ്, ആത്മാവ് തന്നെയാണ് ശരീരത്തോടൊപ്പം ഇരുന്നിട്ട് മറ്റു ആത്മാക്കളോട് സംസാരിക്കുന്നത്, അല്ലെ? നമ്മൾ ഒരാളോട് സംസാരിക്കുക, അപ്പൊ ഇങ്ങനെ നമ്മൾ ആത്മാവ് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ടാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ശരീരത്തിലിരിക്കുന്ന ആത്മാക്കളോടാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലേ? ഇപ്പൊ ബാബ ദാ പറയുന്നത്, ആത്മ അഭിമാനി ഹോ കർക്കെ നഹി രഹത്തെ ഹേ തോ ജരൂർ ദേഹാഭിമാൻ മേ ഹേ. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ ആത്മ അഭിമാനിയായിട്ട് ഇരിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏതിലാണ് ഇരിക്കുന്നത്? ദേഹാഭിമാനത്തിലാണ്. ബാബ പറയാറുണ്ടല്ലോ, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ കേൾക്കൂ. നിങ്ങൾ സ്വയം ഇരിക്കൂ, അതായത് ഞാൻ ആത്മാവാണ് എന്ന് മനസ്സിലാക്കിയിരിക്കൂ. അപ്പൊ ആത്മാവാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നില്ല അർത്ഥം. ബാബ പറയുന്നത് നിങ്ങൾ ദേഹാഭിമാനത്തിലാണ്. മേ ആത്മാഹോം യഹ് സബ് ഭൂൽ ഗയേ ഹേ. ഞാൻ ആത്മാവാണ്, ഈ ഒരു കാര്യം എല്ലാവരും മറന്നിരിക്കുന്നു എന്ന് പറയാ ബാബ. കഹ്തേ ബി ഹേ പാപാത്മാ, പുണ്യാത്മാ, മഹാൻ ആത്മാ. പറയുന്നുണ്ട് പാപാത്മാവെന്നും പുണ്യ ആത്മാവെന്നും മഹാൻ ആത്മാവെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അറിയുന്നില്ല. വഹ്ഫിർ പരമാത്മാതോ ബൻ നഹി സക്ത. പിന്നീട് ഈ പാപാത്മാ, പുണ്യാത്മാ, മഹാനാത്മാ എന്ന് പറയുന്നുണ്ട്. ഇവർക്കൊന്നും പിന്നീട് പരമാത്മാവായിട്ട് മാറാനൊന്നും കഴിയില്ല എന്ന് ബാബ പറയാം. കോയി ബി അപ്പനേക്കോ ശിവ് കഹ് നാ സകേ. ആർക്കും സ്വയത്തെ ശിവനാണ് എന്ന് പറയാൻ കഴിയില്ല എന്ന് ബാബ പറയാം. ശരീരോം കെ ശിവ് നാം തോ ബഹുത്തോം കെ ഹേ. അപ്പൊ ബാബ പറയുന്നത്, ശരീരത്തിന്റെ പേര് ശിവൻ എന്ന് ഒരുപാട് പേർക്കുണ്ട്. ആത്മാ ജബ് ശരീർ മേ പ്രവേശ് കർത്തി ഹേ തോ നാം പഠിത്താ ഹേ ക്യോങ്കി ശരീർ സേ ഹി പാർട്ട് ബജാനാ ഹോത്താ ഹേ. അതായത് ബാബ പറയാണ്, ആത്മാവ് എപ്പോഴാണോ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ അതിന് ഒരു പേര് വെക്കും, അല്ലേ? എന്തുകൊണ്ടാണ്? ശരീരത്തിലൂടെയാണ് ആത്മാവ് പാർട്ട് അഭിനയിക്കുന്നത്. ശരീരത്തിലൂടെയാണ് ആത്മാവ് പാർട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ എപ്പോഴാണോ ഒരു ആത്മാവ് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ആ ശരീരത്തിനൊരു പേര് വെക്കും. അങ്ങനെയാണല്ലോ നമ്മൾ അറിയപ്പെടുന്നത്. तो मनुष्य फिर शरीर के बान में आ जाते हैं मैं फलाना हूँ. പിന്നീടാണ് മനുഷ്യര് ഈ ശരീരത്തിന്റെ ബോധത്തിലേക്ക് വരുന്നത്. ഞാൻ ഇന്നയാളാന്നൊക്കെ പറയല്ലോ, പേരും പ്രശസ്തിയും കുലത്തിന്റെ പേരും പിന്നെ തറവാട്ടിലത്തെ ഒക്കെ പറയുന്നത് പിന്നെ ആ ശരീരത്തിന് പേര് വെക്കുന്നതിലൂടെയാണ്. അപ്പൊ ആത്മാവ് ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് പേര് വെക്കുന്നത്. അഭി സമജത്തെ ഹാ മേ ആത്മാ ഹൂം. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി, നമ്മൾ ആത്മാക്കളാണ്. ഹംനെ 84 കാ പാർട്ട് ബജായാ ഹേ. അതായത് നമ്മൾ ആത്മാക്കൾ 84 ജന്മത്തിന്റെ പാർട്ട് അഭിനയിച്ചു കഴിഞ്ഞു. അഭി ഹം ആത്മാക്കോ ജാൻ ഗയാ ഹോം. ഇപ്പോ നമ്മൾ ആത്മാവിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു. ഹം ആത്മാ സദോ പ്രധാൻ ദി ഫിർ അഭി തമോ പ്രധാൻ ബനി ഹോം. അപ്പൊ ബാബ പറയാണ്, നമ്മൾ ആത്മാക്കൾ സദോ പ്രധാനമായിരുന്നു, പിന്നീട് ഇപ്പോൾ തമോ പ്രധാനമായിട്ട് മാറി. ബാപ്പ് ആത്തെ ഹി തബ് ഹേ ജബ് സബ് ആത്മാവോം പർ കട്ട് ലഗി ഹുയി ഹേ. ബാബ പറയാണ്, ബാബ എപ്പോഴാണ് വരുന്നത്? എപ്പോഴാണോ എല്ലാ ആത്മാക്കളിലും അഴുക്ക് പറ്റുന്നത്, കറ പറ്റുന്നത്,
അപ്പോഴാണ് ബാബ വരുന്നത്. ജൈസേ സോനേമേം കാത് പടുത്തി ഹേന, എങ്ങനെയാണോ സ്വർണത്തില് കറ പറ്റുന്നുണ്ടല്ലോ, അതുപോലെ നമ്മൾ ആത്മാക്കളിൽ, എല്ലാ ആത്മാക്കളിലും എപ്പോഴാണോ കറ പറ്റുന്നത് അപ്പോഴാണ് ബാബ വരുന്നതെന്ന് ബാബ പറയാം. തും പഹലെ സച്ചാ സോനാ ഹോ, ഫിർ ചാന്ദി താമ്പ ലോഹ പടുക്കർ തും ബിൽക്കുൽ കാലേ ഹോ ഗയേ ഹോ. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ ആദ്യം സത്യമായ സ്വർണമായിരുന്നു, പിന്നീട് എന്ത് സംഭവിച്ചു? കലകൾ കുറഞ്ഞു തുടങ്ങി. ആദ്യം സമ്പൂർണ്ണ കലയായിരുന്നു, അപ്പോൾ എന്തായിരുന്നു? സത്യമായ സ്വർണമായിരുന്നു. പിന്നീട് ഓരോ യുഗങ്ങൾ കഴിയുന്തോറും കലകൾ കുറഞ്ഞു കുറഞ്ഞു വന്ന് നമ്മൾ വെള്ളി, അതുപോലെ തന്നെ ചെമ്പ്, പിന്നെ ഇരുമ്പ്, അങ്ങനെയൊക്കെ ആയിട്ട് മാറി. ബാബ പറയാണ്, നിങ്ങൾ തീർത്തും കറുത്തതായിട്ട് മാറിയിരിക്കുന്നു എന്ന് ബാബ പറയാം. അതായത് ആത്മാവില് ഒരു ഗുണങ്ങളും ശക്തികളും ഇല്ല, ഒരു കല പോലും ഇല്ലാതായിട്ട് മാറിയിരിക്കുന്നു എന്ന് ബാബ പറയാം. യഹ് ബാത് ഓർ കോയി സമജാ നാ സകേ. ബാബ പറയാണ്, ഈ കാര്യങ്ങള് വേറെ ആർക്കും മനസ്സിലാക്കി തരാൻ കഴിയില്ല, അല്ലേ? അത് ബാബയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. സബ് കഹ് ദേത്തേ ഹേ ആത്മാ നിർലേബ് ഹേ. എല്ലാവരും എന്താ പറയുന്നത്? ആത്മാവ് നിർലേപമാണ്. നിർലേപം എന്ന് പറഞ്ഞാൽ ആത്മാവിൽ അങ്ങനെ കറയൊന്നും പറ്റില്ല എന്ന് പറയും, അല്ലേ? ആത്മാവിൽ അങ്ങനെ നമ്മൾ എന്തോ കർമ്മങ്ങൾ ചെയ്യുന്നോ അതൊന്നും അതിൽ പറ്റില്ല, ഒരു കറയും പറ്റില്ല, ഒന്നും ആത്മാവിൽ പറ്റി പിടിക്കില്ല എന്ന് പറയും. ബാബ പറയാണ്, കാത് കൈസെ പഠിത്തി ഹേ യഹ് ബി ബാപ്പിനെ സംജായാ ഹേ ബച്ചോം കോ. ആത്മാവില് എങ്ങനെയാണ് കറ പറ്റുന്നത് ഇതും ബാബ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നു കഴിഞ്ഞു. ബാപ്പ് കഹത്തെ ഹേ മേ ആതാ ഹി ഭാരത് മേ ഹൂം. ബാബ പറയാണ്, ഞാൻ ഭാരതത്തിൽ തന്നെയാണ് വരുന്നത്. ജബ് ബിൽക്കുൽ തമോ പ്രധാൻ ബൻ ജാത്തേ ഹേ തബ് ആതാ ഹൂം. ബാബ പറയുന്നത്, എപ്പോഴാണോ ഭാരതം തീർത്തും തമോ പ്രധാനമായിട്ട് മാറുന്നത് അപ്പോഴാണ് ബാബ വരുന്നത്. ഏക്കുറേറ്റ് ടൈം पर आते हैं. ബാബ കൃത്യസമയത്ത് തന്നെ വരുന്നുണ്ടെന്ന് പറയാം. ജൈസേ ഡ്രാമാമേം ഏക്കുറേറ്റ് കേൽ ചൽത്താ ഹേന. അതായത് ബാബ പറയാണ്, ഇപ്പൊ ഡ്രാമയിൽ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ടൈമിനാണല്ലോ അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ജോ പാർട്ട് ജിസ് ഗഡി ഹോനാ ഹോഗാ ഉസ് സമയ ഫിർ റിപ്പീറ്റ് ഹോഗാ ഉസ്മേം സരാബി ഫർക്ക് പഡ് നഹി സക്താ. ബാബ പറയാണ്, ആരുടെ പാർട്ട്, ഇപ്പൊ ഡ്രാമയനുസരിച്ച് ആരുടെ പാർട്ട് ഏത് സമയത്ത് വേണമോ ആ സമയത്ത് തന്നെ അത് റിപ്പീറ്റ് ആകുന്നു, ആവർത്തിക്കുന്നു. ഇതിൽ ഒരു തരത്തിലും അതിൽ വ്യത്യാസം ഉണ്ടാവുക സാധ്യമല്ല. ഡ്രാമയിൽ ഓരോരുത്തർക്കും അവരവരുടെ പാർട്ട് ഏത് സമയത്ത് വേണമോ അതിനനുസരിച്ചിട്ടാണ് ഡ്രാമ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ ബാബയ്ക്കും ഈ സൃഷ്ടി നാടകത്തിൽ വരാൻ ഒരു പാർട്ടുണ്ട്. അത് ഏത് സമയത്താണോ ബാബയുടെ പാർട്ട് ആ സമയത്ത് തന്നെ ബാബയും വരുന്നു. അതിൽ ഒരു വ്യത്യാസവും ഉണ്ടായിരിക്കില്ല എന്ന് ബാബ പറയാം. വഹ് ഹേ ഹദ് കാ ഡ്രാമ യഹ് ഹേ ബേഹദ് കാ ഡ്രാമ. ബാബ പറയുന്നത്, അത് പരിധിയുള്ള നാടകം, ഇതാണെങ്കിലോ പരിധിയില്ലാത്ത നാടകം, അല്ലെ? പരിധിയുള്ള നാടകങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതില് ഓരോരുത്തരുടെ പാർട്ടും എപ്പോഴാണോ ആ സമയത്ത് അവർ സ്റ്റേജിലേക്ക് വരും കറക്റ്റ് ടൈമില്. ഇതാണെങ്കിലോ പരിധിയില്ലാത്ത നാടകം. ഈ പരിധിയില്ലാത്ത നാടകത്തിലും അങ്ങനെ തന്നെയാണ്. യഹ് സബ് ബഹുത് മഹീൻ സമജനേക്ക് ബാത്തേം ഹേ. ബാബ പറയാണ്, ഇതെല്ലാം നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണെന്ന് ബാബ പറയാം. ബാപ്പ് കഹത്തെ ഹേ തുമാരാ ജോ പാർട്ട് ബജാ വഹ് ഡ്രാമ അനുസാർ. ബാബ പറയുന്നത്, നിങ്ങളുടെ ഏതൊക്കെ പാർട്ട് കഴിഞ്ഞു പോയോ അത് ഡ്രാമ അനുസരിച്ച് തന്നെയാണ്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് അപ്പം കാര്യമില്ല. കാരണം ഡ്രാമയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കഴിഞ്ഞു പോയ ഓരോ പാർട്ടുകളും എന്ന് ബാബ പറയാം. कोई भी मनुष्य मात्र ना रचयिता को ना रचना के ആദി മധ്യ അന്ത് കോ ജാനത്തെ ഹേ. ബാബ പറയുന്നത്, ഒരു മനുഷ്യനും രചയിതാവിനെ കുറിച്ചോ രചനയുടെ ആദി മധ്യ അന്ത്യത്തെ കുറിച്ചോ അറിയുന്നില്ല. ഋഷി മുനി ബി നേതി നേതി കർത്തേ ഗയേ. ഋഷിമുനിമാരും അറിയില്ല അറിയില്ല എന്നു തന്നെയാണ് പറഞ്ഞു പോയത്.
अब तुमसे कोई पूछे രചയിതാ ഓർ രചനാക്കെ ആദി മധ്യ അന്ത് ജാനത്തെ ഹോ. ബാബ പറയാണ്, ഇപ്പോ നിങ്ങൾ കുട്ടികളോട് ആരെങ്കിലും ചോദിക്കാണ്, അതായത് രചയിതാവിനെ അതുപോലെ രചനയുടെ ആദി മധ്യ അന്ത്യത്തെ അറിയുമോ എന്ന് ചോദിക്കാണ്. तो तुम जड कहेंगे हाँ, सो भी तुम सिर्फ अभी ही जान सकते हो, फिर कभी नहीं. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കുട്ടികൾ എന്താ പറയാ, പെട്ടെന്ന് തന്നെ ഉത്തരം പറയും ഹാം, അതായത് നമ്മൾക്കറിയാം. അതും ഇപ്പോഴാണ് നിങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കുന്നത്, പിന്നീട് ഇതൊരിക്കലും ഉണ്ടാകില്ല എന്ന് ബാബ പറയാം. बाबा ने समझाया है तुम ही मुझ रचयिता और रचना के ആദി മധ്യ അന്ത് കോ ജാനത്തെ ഹോ. അപ്പൊ ബാബ മനസ്സിലാക്കി തരാണ്, നിങ്ങൾ തന്നെയാണ് രചയിതാവായ എന്നെയും രചനയുടെ ആദി മധ്യ അന്ത്യത്തെയും അറിയുന്നവർ. അച്ഛാ, യഹ് ലക്ഷ്മി നാരായൺ കാ രാജ്യ കബ് ഹോഗ യഹ് ജാനത്തെ ഹോങ്കെ. അപ്പൊ ബാബ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാണ്, ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യം എപ്പോഴാണ് ഉണ്ടാവുക, അതിനെക്കുറിച്ച് അറിയുമോ എന്ന് ചോദിക്കാം. നെഹി ഇൻമേം കോയി ഗ്യാൻ നെഹി. അപ്പൊ പറയാണ്, ഇല്ല, ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല എന്ന് ബാബ പറയാം. യഹ് തോ വണ്ടർ ഹേ, ഇത് വളരെ അത്ഭുതകരമാണ്. തും കഹത്തെ ഹോ ഹമാരാ മേം ഗ്യാൻ ഹേ, യഹ് ബി തും സമജത്തെ ഹോ. അതായത് നിങ്ങൾ പറയാണ്, ഞങ്ങളിൽ ജ്ഞാനമുണ്ട്, ഇതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ബാപ്പ് കാ പാർട്ട് ഹി ഏക് ബാർ കാ ഹേ. ബാബ പറയാണ്, ബാബയുടെ പാർട്ട് ഒരേ ഒരു പ്രാവശ്യമാണ്, അല്ലെ? കൽപ്പത്തിൽ നോക്കുമ്പോൾ ഒരു പ്രാവശ്യമാണ് ബാബ വരുന്നത്, പാർട്ട് അഭിനയിക്കുന്നത്. തുമാരി എയിം ഒബ്ജക്റ്റ് ഹി ഹേ യഹ് ലക്ഷ്മി നാരായൺ ബന്നേക്കി. നിങ്ങളുടെ എയിം ഒബ്ജക്റ്റ് എന്താണ്? ബാബ നമുക്ക് തന്നിട്ടുള്ള എയിം ഒബ്ജക്റ്റ് ആണ് ലക്ഷ്മി നാരായണനായിട്ട് മാറുക എന്നുള്ളത്. അതാണ് നമ്മുടെ ലക്ഷ്യം. ബൻ ഗയേ ഫിർ തോ പഠായിക്ക് ദർക്കാർ നഹി രഹേഗി. ബാബ പറയുന്നത്, നിങ്ങൾ അതായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഠിപ്പിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് ബാബ പറയാം. ബാരിസ്റ്റർ ബൻ ഗയ സോ ബൻ ഗയ. അപ്പൊ ഇത് വക്കീലായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ വക്കീലായി, അല്ലെ? പിന്നെ അതിനെ കുറിച്ച് പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഏതായിട്ട് മാറാനാണ് നമ്മൾ പഠിക്കുന്നത്, അതായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ പഠിപ്പിന്റെ ആവശ്യമില്ല. അതുപോലെ ബാബ പറയാണ്, നിങ്ങൾ ലക്ഷ്മി നാരായണായിട്ട് മാറുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം, അതായി മാറിക്കഴിഞ്ഞാൽ പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാ ബാബ. ബാപ്പ് ജോ പഠാനെ വാലാ ഹേ ഉൻകോ യാദ് തോ കർണാ ചാഹിയേ. അപ്പൊ ബാബ പറയാണ്, ബാബ ആരാണോ നമ്മളെ പഠിപ്പിക്കുന്നയാൾ, ആ ബാബയെ നമ്മൾ തീർച്ചയായിട്ടും ഓർമ്മിക്കണം. തുംകോ സബ് സഹജ് കർ ദിയാ ഹേ. നിങ്ങൾ കുട്ടികൾക്ക് വളരെ സഹജമാക്കി മാറ്റി തന്നു എല്ലാ കാര്യങ്ങളും. ബാബ ബാർ ബാർ തുമേ കഹത്തെ ഹേ പഹലെ അപ്നെ കോ ആത്മാ സമജോ. ബാബ വീണ്ടും വീണ്ടും നിങ്ങൾ കുട്ടികളോട് എന്താ പറയുന്നത്? ആദ്യം നിങ്ങൾ സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ആദ്യത്തെ പാഠമാണത്. അതായത് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. മേ ബാബ കാ ഹോം, ഞാൻ ബാബയുടേതാണ്. പഹലെ തും നാസ്തിക് ദേ അഭി ആസ്തിക് ബനെ ഹോ. ആദ്യം നിങ്ങൾ നാസ്തികരായിരുന്നു, ഇപ്പൊ നിങ്ങൾ ആസ്തികരായിട്ട് മാറിക്കഴിഞ്ഞു, അല്ലെ? ഇപ്പൊ നമ്മൾ അവകാശി കുട്ടികളായി, സമ്പത്തിന് അവകാശികളായി. ഇൻ ലക്ഷ്മി നാരായൺ ने भी आस्तिक बनकर ही यह वर्षा लिया है जो अभी तुम ले रहे हो. ബാബ പറയുന്നത്, ഈ ലക്ഷ്മി നാരായണനും ആസ്തികരായിട്ട് മാറിയിട്ട് തന്നെയാണ് ഈ സമ്പത്ത് നേടിയത്. അത് ഏതാണോ ഇപ്പോൾ നിങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ബാബയുടെ സമ്പത്താണ്, ബാബ തരുന്ന സമ്പത്താണ്. ബാബയുടേതായി മാറി ബാബയുടെ സമ്പത്ത് നമ്മൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലക്ഷ്മി നാരായണനും ഇതുപോലെ തന്നെ ബാബയുടേതായി മാറിയിട്ട് തന്നെയാണ് ഈ സമ്പത്തെല്ലാം നേടിയിട്ടുള്ളതെന്ന് ബാബ പറയാം. അബീത്തും ആസ്തിക് ബൻ രഹേ ഹോ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾ ആസ്തികരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, അതായത് സമ്പത്തിന് അവകാശികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആസ്തിക നാസ്തിക് യഹ് അക്ഷർ ഇസ് സമയ്ക്കേ ഹേ. ബാബ പറയാണ്, ആസ്തികർ നാസ്തികർ എന്നുള്ള അക്ഷരം ഉണ്ടല്ലോ ഈ സമയത്തേതാണ്. കാരണം
ബാബ എപ്പോഴാണോ വരുന്നത് അപ്പോഴാണല്ലോ നമ്മൾ കുട്ടികൾ ബാബയുടേതായി മാറി സമ്പത്തിന് അവകാശിയാകുന്നത്. അപ്പോൾ ബാബ വരുന്നത് എപ്പോഴാണ്? ഈ സമയത്താണ്. അപ്പോൾ ഈ സമയത്തെ അക്ഷരമാണ് ഈ ആസ്തിക നാസ്തികർ എന്നുള്ളതൊക്കെ. വഹാമ്യഹ് അക്ഷർ ഹീ നഹി. അപ്പോൾ അവിടെയാണെങ്കിലോ ഈ പേര് തന്നെ, ഈ അക്ഷരമേ ഇല്ല എന്ന് പറയാം. അതായത് ഇവിടെ സത്യയുഗത്തില്. പൂച്ചനേക്ക് ബാത്ത് ഹി നഹി രഖ് സക്തി. ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. യഹാം പ്രശ്ന ഉഠത്തെ ഹേ തബ് തോ പൂछते ഹേ രജത ഓർ രചനാക്കോ ജാൻതേ ഹോ. ബാബ പറയാണ് ഇവിടെയാണെങ്കിലോ ചോദ്യങ്ങളെല്ലാം ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. രചനയെയും അതുപോലെ രചയിതാവിനെയും രചനയെയും നിങ്ങൾക്കറിയുമോ എന്നൊക്കെ ചോദ്യം ഉയരുന്നുണ്ട് ഇവിടെ. തോ കഹ്ദേത്തെ നെഹി. അപ്പൊ എന്താ പറയുന്നത്? ഇല്ല. ബാപ്പ് ഹി ആക്കർ അപ്ന പരിചയ ദേത്തെ ഹേ और रचना के आदि मध्य अंत का राज समझाते हैं. ബാബ തന്നെയാണ് വന്നിട്ട് ബാബയുടെ പരിചയവും തരുന്നതും അതുപോലെ രചനയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യവും മനസ്സിലാക്കി തരുന്നതും ബാബ തന്നെയാണ്. ബാപ്പ് ഹേ ബേഹദ് കാ മാലിക് രചത. ബാബയാണെങ്കിലോ പരിധിയില്ലാത്ത അധികാരി രചയിതാവാണ്. बच्चों को समझाया गया है और धर्म स्थापक भी यहाँ जरूर आते हैं. അതായത് കുട്ടികൾക്ക് ഇതും മനസ്സിലാക്കി തന്നു കഴിഞ്ഞു. അതായത് ധർമ്മസ്ഥാപകരും തീർച്ചയായിട്ടും ഇവിടെ വരും. തുംകോ സാക്ഷാത്കാർ കരായാ ഥാ ഇബ്രാഹിം ക്രൈസ്റ്റ് ആദി കൈസെ ആത്തെ ഹേ. ബാബ കുട്ടികളോട് പറയാണ് നിങ്ങൾക്ക് സാക്ഷാത്കാരവും ചെയ്യിച്ചിട്ടുണ്ട്. അതായത് ഇബ്രാഹിം ക്രൈസ്റ്റ് ഇവരെല്ലാം എങ്ങനെ വരുമെന്നുള്ളതും സാക്ഷാത്കാരം ചെയ്തിട്ടുണ്ട്. വഹ്തോ പിച്ചാടി മേൻ ജബ് ബഹുത് ആവാസ് നിക്കലേഗ തബ് ആയെങ്കെ. അപ്പൊ ബാബ പറയാണ് അവരെല്ലാം അവസാനം എപ്പോഴാണോ വളരെയധികം കോലാഹലങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോഴാണ് വരുന്നതെന്ന് ബാബ പറയാം. ബാപ്പ് കഹത്തെ ഹേ ബച്ചേ ദേഹ് സഹിത് ദേഹ് കെ സബ് ധർമ്മ കോ ത്യാഗ് മുझे യാദ് കരോ. അപ്പൊ ബാബ പറയാണ് കുട്ടികളെ ദേഹസഹിതം ദേഹത്തിന്റെ എല്ലാ ധർമ്മങ്ങളെയും നിങ്ങൾ ത്യാഗം ചെയ്ത് എന്നെ ഓർമ്മിക്കൂ. ബാബ കുട്ടികളോട് പറയാണ്. അബി തും സന്മുഖ് ബൈഠേ ഹോ. ബാബ പറയാണ് ഇപ്പൊ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? സന്മുഖത്താണ് ഇരിക്കുന്നത്. അപ്നേക്കോ ദേഹ് നെഹി സമജ്നാ ഹേ മേ ആത്മാ ഹൂം. നിങ്ങൾ ഒരിക്കലും സ്വയത്തെ ദേഹമാണെന്ന് മനസ്സിലാക്കരുത്. ഞാൻ ആത്മാവാണ്. അല്ലെ? അപ്പൊ ബാബയുടെ സന്മുഖത്ത് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഏതൊരു സ്ഥിതിയിൽ ഇരിക്കണം? ആത്മ അഭിമാനി സ്ഥിതി. ഞാൻ ആത്മാവാണ്, ഈ ശരീരമല്ല. ബാബ മനസ്സിലാക്കി തരാണ് കുട്ടികൾക്ക്. अपने को आत्मा समझ बाप को याद करते रहो तो बेड़ा पार हो जाएगा. ബാബ പറയാണ് സ്വയത്തെ നിങ്ങൾ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തോണി അക്കരയെത്തും. സെക്കൻഡ് കി ബാത്ത് ഹേ. ഇത് സെക്കൻഡിന്റെ കാര്യമാണ്. മുക്തി മേം ജാനെ കെ ലിയേ ഹി ഭക്തി ആധാ കൽപ്പ് കർത്തേ ഹേ. അതായത് മുക്തിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അരക്കൽപ്പം ഭക്തി ചെയ്യുന്നത്. ലേക്കിൻ കോയി ബി ആത്മാ വാപസ് ജാ നഹി സക്തി. പക്ഷെ ബാബ പറയാണ് പക്ഷെ ഒരു ആത്മാവിന് പോലും തിരികെ പോകാൻ കഴിയില്ല. മുക്തിക്ക് വേണ്ടി, മുക്തി ലഭിക്കാൻ വേണ്ടി അരക്കൽപ്പം ഭക്തി ചെയ്തു. പക്ഷെ ബാബ എന്താ പറയുന്നത്? ഒരു ആത്മാവിനും തിരികെ പോകാൻ സാധിക്കില്ല. 5000 വർഷ പഹലെ ബി ബാപ്പിനെ യഹ് സമझाया था अभी भी समझाते हैं. 5000 വർഷം മുൻപും ബാബ ഇതെല്ലാം മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ബാബ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു. ശ്രീകൃഷ്ണ യഹ് ബാത്തേം സമझा नहीं सकते. ശ്രീകൃഷ്ണനാണെങ്കിലോ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി തരാൻ കഴിയില്ല. ഉൻകോ ബാപ്പ് ബി നഹി കഹേംഗെ. ശ്രീകൃഷ്ണനെ ഒരിക്കലും അച്ഛനെന്ന് പറയില്ല. ബാപ്പ് ഹേ ലൗകിക് അലൗകിക് ഓർ പാരലൗകിക്. അച്ഛനെന്ന് ആരെയൊക്കെയാ പറയാ? ലൗകികം, അലൗകികം, പാരലൗകികം. ഈ 3 അച്ഛന്മാരുണ്ട്. ഹദ് കാ ബാപ്പ് ലൗകിക്, ബേഹദ് കാ ബാപ്പ് പാരലൗകിക്, ആത്മാവും കാ. അതില്
ബാബ പറയാണ് പരിധിയുള്ള അച്ഛൻ. പരിധിയുള്ള അച്ഛനാണ് ലൗകിക അച്ഛൻ. പിന്നെ പരിധിയില്ലാത്ത അച്ഛനുണ്ട്. പരിധിയില്ലാത്ത അച്ഛൻ ആരാ? അതാണ് ബാബ. ബാബയെ എന്താ പറയാ? പാരലൗകിക അച്ഛൻ, അതായത് ആത്മാക്കളുടെ എല്ലാം അച്ഛൻ. और एक यह है संगम युगी वंडरफुल बाप, इनको अलौകിക कहा जाता है. പിന്നെ ഒരാളും കൂടി ഉണ്ട്. അതാരാണ്? അതാണ് ഈ സംഗമയുഗി വണ്ടർഫുൾ ആയിട്ടുള്ള അച്ഛൻ. ആ അച്ഛൻ എന്താ പറയാ? അലൗകികം. അലൗകിക അച്ഛൻ അതാരാണ്? ബ്രഹ്മ ബാബ. ബ്രഹ്മ ബാബയാണ് നമ്മുടെ അലൗകിക അച്ഛൻ. അപ്പോൾ ലൗകിക പിതാവ്, പാരലൗകിക പിതാവ് ഉണ്ടാകും, അലൗകിക പിതാവ് ഉണ്ടാകും. അപ്പൊ 3 പേരെ കുറിച്ചും ബാബ മനസ്സിലാക്കി തരാണ്. വഹ ഹമാര പ്രജാപിത ബ്രഹ്മാക്കോ കോയി യാദ് ഹി നഹി കർത്തെ. ബാബ പറയാണ് പ്രജാപിത ബ്രഹ്മാവിനെ ആരും ഓർമ്മിക്കുന്നേ ഇല്ല. വഹ് ഹമാര ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഹേ, അല്ലെ? അപ്പൊ ബാബ പറയാണ്, അതായത് ബ്രഹ്മ ബാബ നമ്മുടെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ്. യഹ് ബുദ്ധി മേ നഹി ആതാ ഹേ. ബാബ പറയാണ് ഇത് ബുദ്ധിയിൽ വരുന്നില്ല. കഹ്തേ ബി ഹേ ആദിദേവ് ഏദം പരന്തു കഹനെ മാത്ര. പറയുന്നുണ്ട് ആദിദേവൻ ആദം എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ വെറുതെ പറയുന്നു എന്ന് മാത്രം. അതിനെക്കുറിച്ച് ശരിയായി അറിയുന്നില്ല. മന്ദിരോമേ ബി ആദിദേവ് കാ ചിത്ര ഹേന. ക്ഷേത്രത്തിലും ആദിദേവന്റെ ചിത്രങ്ങളുണ്ടല്ലോ എന്ന് ബാബ പറയാ. തും വഹാം ജായേങ്കെ തോ സമജേങ്കെ യഹ് തോ ഹമാര യാദ്ഗാർ ഹേ. നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇത് നമ്മുടെ തന്നെ ഓർമ്മ ചിഹ്നമാണ്. ബാബ ബി ബൈഠേ ഹേ ഹം ബി ബൈഠേ ഹേ. അതായത് ബാബയും ഇരിക്കുന്നുണ്ട്, നമ്മളും ഇരിക്കുന്നുണ്ട്. ഇത് ദിൽവാഡ ക്ഷേത്രത്തിന്റെ കാര്യമാണ് ബാബ പറയുന്നത്, അല്ലെ? ദിൽവാഡ ക്ഷേത്രം നമ്മൾ കുട്ടികളുടെ ഓർമ്മ ചിഹ്നമാണ്. അതായത് ബാബയുടെയും നമ്മൾ കുട്ടികളുടെയും ഓർമ്മ ചിഹ്നമാണത്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇത് നമ്മുടെ ഓർമ്മ ചിഹ്നമാണ്. കാരണം ബാബയും ഇരിക്കുന്നുണ്ട്, നമ്മൾ കുട്ടികളും ഇരിക്കുന്നുണ്ട്. യഹാം ബാപ്പ് ചൈതന്യമേ ബൈഠേ ഹേ വഹാം ജഡ് രഖേ ഹേ. ബാബ പറയുന്നത് ഇവിടെയാണെങ്കിലോ ബാബ ചൈതന്യത്തിൽ ഇരിക്കുന്നുണ്ട്, അല്ലെ? സന്മുഖത്ത് ബാബ ചൈതന്യത്തിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ ബാബയുടെ ഓർമ്മ ചിഹ്നം അല്ലെങ്കിൽ ആ ചിത്രത്തിൽ എങ്ങനെ ഇരിക്കുന്നത് അത് മന്ദിരത്തിലാണ്, ക്ഷേത്രത്തിലാണെന്ന് ബാബ പറയാം. ऊपर में स्वर्ग भी ठीक है, जिन्होंने मंदिर देखा है वह जानते हैं कि बाबा हमको अब चैतन्य में राजयोग सिखा रहे हैं. അപ്പൊ ബാബ പറയാണ്, അതായത് മുകളില് ആ ക്ഷേത്രത്തില് മുകളില് സ്വർഗവും കാണിക്കുന്നുണ്ട് ശരിയായിട്ട്. ആരാണോ ആ ക്ഷേത്രം കണ്ടിട്ടുള്ളത്, ബാബ പറയാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും ബാബ നമ്മൾ കുട്ടികളെ ഇപ്പോൾ ചൈതന്യത്തിൽ വന്ന് രാജയോഗം പഠിപ്പിക്കുകയാണ്. അവിടെ യാദ്ഗാറാണ്, അതായത് ഓർമ്മ ചിഹ്നമാണ്. അവിടെ ബാബ ഇരിക്കും, കുട്ടികൾ ഇരിക്കുന്നത്, മുകളിൽ സ്വർഗമൊക്കെ കാണിക്കുന്നുണ്ട്. അത് ജഡചിത്രമാണല്ലോ. പക്ഷെ അത് കാണുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ബാബ ചൈതന്യത്തിൽ വന്ന് രാജയോഗം പഠിപ്പിക്കുന്നു. അവിടെയാണെങ്കിലോ ജഡചിത്രങ്ങളിലൂടെയാണത് കാണിക്കുന്നത്. പക്ഷെ ഇവിടെയാണെങ്കിൽ ചൈതന്യത്തിൽ വന്ന് ബാബ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫിർ ബാദുമേ മന്ദിർ ബനാത്തേ ഹേ. പിന്നീടാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. യഹ് സ്മൃതിമേം ആനാ ചാഹിയേ കി യഹ് സബ് ഹമാര യാദ്ഗാർ ഹേ. അതായത് ബാബ പറയാണ് ഈ ഒരു കാര്യവും നിങ്ങൾക്ക് സ്മൃതിയിൽ വരേണ്ടതുണ്ട്. അതായത് ഇതെല്ലാം നമ്മുടെ ഓർമ്മ ചിഹ്നങ്ങളാണ്, അത് നമുക്ക് സ്മൃതിയിൽ വരണം. യഹ് ലക്ഷ്മി നാരായൺ അബ് ഹം ബൻ രഹേ ഹേ. അതായത് ഈ ലക്ഷ്മി നാരായണനായിട്ടാണ് നമ്മളിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ധേ ഫിർ സീഡി ഉദർത്തെ ആയേ ഹേ അബ് ഫിർ ഹം ഘർ ജാക്കർ രാമരാജ്യമേം ആയെങ്കെ. ബാബ പറയാണ് നിങ്ങൾ അതായിരുന്നു, അല്ലേ? ലക്ഷ്മി നാരായണനെ പോലെ ആയിരുന്നു നിങ്ങൾ. പിന്നീട് എന്ത് സംഭവിച്ചു? ഏണിപ്പടി ഇറങ്ങി ഇറങ്ങി വന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ കുട്ടികൾ തിരിച്ച് വീട്ടിലേക്ക് പോയി വീണ്ടും എവിടെ വരും? രാമരാജ്യത്തിൽ വീണ്ടും വരും.
पीछे होता है रावण राज, फिर हम वाममार्ग में चले जाते हैं. അതിനുശേഷം പിന്നെ എന്തുണ്ടാകും? രാവണ രാജ്യത്തിലേക്ക് വന്ന് വാമമാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങും. बाप कितना अच्छी रीति समझाते हैं. इस समय सभी मनुष्य मात्र पतित है, इसलिए पुकारते हैं, हे पतित पावन, आकर हमको പാവൻ ബനാവോ. അപ്പൊ ബാബയാണെങ്കിലോ വളരെ നല്ല രീതിയിലാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. ബാബ പറയാണ്, ഈ ഒരു സമയത്ത് എല്ലാ മനുഷ്യരും പതീതരാണ്. പതീതരായതുകൊണ്ടാണ് അവർ വിളിക്കുന്നത്. എങ്ങനെയാണ് ബാബയെ വിളിക്കുന്നത് കുട്ടികള്? അല്ലയോ പതീത പാവന, വരൂ, ഞങ്ങളെ പാവനമാക്കി മാറ്റൂ. അതെന്തുകൊണ്ടാണ് കുട്ടികളെ വിളിക്കുന്നത്? പതീതരായി കഴിഞ്ഞു. പതീതരായപ്പോഴാണ് കുട്ടികളെ ബാബയെ വിളിച്ച് ഇങ്ങനെ പറയുന്നത്. ദുഃഖ് ഹർ കർ സുഖ് കാ രാസ്ത ബതാവോ. അതായത് ദുഃഖത്തെ മാറ്റി സുഖത്തിന്റെ വഴി പറഞ്ഞു തരൂ. കഹ്തേ ഭി ഹേ ഭഗവാൻ സരൂർ കോയി വേഷ്മേം ആ ജായേഗ. ഇങ്ങനെയും പറയുന്നുണ്ട്, ഭഗവാൻ തീർച്ചയായും ഏതെങ്കിലും ഒരു വേഷത്തിൽ ഇവിടെ വരിക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. अब कुत्ते बिल्ली टिकर बितर आदि में तो नहीं आएंगे. അപ്പോൾ ബാബ പറയാണ്, ഇപ്പോൾ പട്ടിയിലോ പൂച്ചയിലോ കല്ലിലോ മുള്ളിലോ ഇങ്ങനെയുള്ളതിലൊന്നും വരില്ല. ഗായാ ഹുവാ ഹേ ഭാഗ്യശാലി രഥ പർ ആത്തെ ഹേ. പാടപ്പെട്ടിട്ടുള്ളത് എന്താണ്? ഭാഗ്യശാലി രഥത്തിലാണ് വരുന്നത്. ഇത് പാടപ്പെട്ടിട്ടുണ്ട്. ബാപ്പ് ഖുദ് കഹത്തെ ഹേ മേ ഇസ് സാധാരണ രഥ മേ പ്രവേശ് കർത്താ ഹൂം. ബാബ സ്വയം പറയുകയാണ്, ഞാൻ ഈ സാധാരണ രഥത്തിൽ, അല്ലെ, സാധാരണ ഒരു മനുഷ്യ ശരീരത്തിലേക്കാണ് ഞാൻ പ്രവേശിക്കുന്നത്. യഹ് അപ്നെ ജന്മോം കോ നഹി ജാൻതേ ഹേ, തും അഭി ജാൻതേ ഹോ. അപ്പോൾ അതായത് ഏത് ശരീരത്തിലേക്കാണോ ബാബ പ്രവേശിക്കുന്നത്, അവർക്ക് അവരുടെ ജന്മങ്ങളെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് അറിയുന്നുണ്ട്. इनके बहुत जन्मों के अंत में जब वानप्रस्थ अवस्था होती है तब मैं प्रवेश करता हूँ. അപ്പൊ ബാബ നമുക്ക് മനസ്സിലാക്കി തന്നു. അതായത് എപ്പോഴാണോ കുറെ അനേക ജന്മങ്ങൾക്കു ശേഷം അന്തിമത്തില് വാനപ്രസ്ഥ അവസ്ഥയുണ്ടാകുന്നത്, അപ്പോഴാണ് ബാബ ആ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ബ്രഹ്മബാബയുടെ അനേക ജന്മങ്ങൾക്കൊടുവിലത്തെ ജന്മം, ആ ജന്മത്തിലെ എപ്പോഴാണോ വാനപ്രസ്ഥ അവസ്ഥ ഉണ്ടാകുന്നത്, അപ്പോഴാണ് ബാബ ആ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഭക്തി മാർഗമേ പാണ്ഡവോം കെ ബഹുത് ബഡേ ബഡേ ചിത്ര ബനായേ ഹേ, രംഗൂൺ മേം ബുദ്ധ കാ ഭി ബഹുത് ബഡാ ചിത്ര ഹേ. ബാബ പറയാണ്, ഭക്തി മാർഗത്തിൽ പാണ്ഡവരുടെ വളരെ വലിയ വലിയ ചിത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ രംഗൂണിലും ബുദ്ധന്റെ വലിയ ചിത്രം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ബാബ പറയാം. ഇത്നാ ബഡാ കോയി മനുഷ്യ ഹോത്താ തോടെ ഹി ഹേ. ബാബ പറയുന്നത്, ഇത്രയും വലിയൊരു മനുഷ്യര് ഉണ്ടാവുക സാധ്യമേയല്ല. കാരണം അത്രയ്ക്കും വലുതായിട്ടാണ് ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ബച്ചോം കോ തോ അബ് ഹസി ആത്തി ഹോഗി, രാവൺ കാ ചിത്ര കൈസാ ബനായാ ഹേ. ഇപ്പൊ കുട്ടികൾക്കാണെങ്കിലോ ഇപ്പൊ ചിരി വരുന്നുണ്ടെന്ന് പറയാം. അതായത് ഈ രാവണന്റെ ചിത്രം എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ദിൻ പ്രതിദിൻ ബഡാ കർത്തേ ജാത്തേ ഹേ. ദിവസം ചെല്ലും തോറും രാവണന്റെ ചിത്രത്തിന് വലിപ്പം കൂടി വരികയാണ്. വലിപ്പം കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ബാബ പറയാം. യഹ് ക്യാ ചീസ് ഹേ ജോ ഹർ വർഷ ജലാത്തേ ഹേ. അപ്പൊ ബാബ ചോദിക്കാണ്, അതായത് കുട്ടികൾ പറയും, ഇത് എന്ത് വസ്തുവാണ്? എല്ലാ വർഷവും ഇതിനെ കത്തിക്കുന്നുണ്ടല്ലോ. ऐसा कोई दुश्मन होगा, അതായത് അങ്ങനെ ഒരു ശത്രു ഉണ്ടായിരിക്കോ? ദുഷ്മൻ കാഹി ചിത്ര ബനാക്കർ ജലാത്തേ ഹേ. അതായത് ശത്രുവിന്റെ തന്നെയാണല്ലോ ചിത്രം ഉണ്ടാക്കി കത്തിക്കുന്നത്. കത്തിക്കുക അർത്ഥം അത് ശത്രുവാണ്. അപ്പൊ ബാബ പറയാണ്, അച്ഛാ രാവൺ കോൻ ഹേ കബ് ദുഷ്മൻ ബനാ ഹേ ജോ ഹർ വർഷ ജലാത്തേ ആത്തേ ഹേ. എന്താണ് ഈ രാവണൻ ആരാണ്? എപ്പോഴാണ് ഈ രാവണൻ നമ്മുടെ ശത്രുവായിട്ട് മാറിയത്? കാരണം എല്ലാ വർഷവും കത്തിക്കുന്നുണ്ടല്ലോ. അപ്പോ ഈ രാവണൻ ആരാണ് അങ്ങനെ കത്തിക്കുന്നുണ്ടെങ്കിൽ? അതുമാത്രമല്ല, എല്ലാ വർഷവും കത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ രാവണൻ ആരാണ്? ഇസ് ദുഷ്മൻ കാ കിസ്കോ ഭി പത്താ നഹി ഹേ. ബാബ പറയാണ്,
ഈ ശത്രുവിനെ കുറിച്ച് ആർക്കും തന്നെ അറിയുന്നില്ല. ബാപ്പ് സമജാത്തെ ഹേ വഹ് ഹേ ഹി രാവൺ സമ്പ്രദായ തും ഹോ രാം സമ്പ്രദായ. അപ്പൊ ബാബ നമുക്ക് മനസ്സിലാക്കി തരാണ്, അതാണ് രാവണ സമ്പ്രദായം, നിങ്ങളുടേതേതാണ് രാമസമ്പ്രദായമാണ്. अब बाप कहते हैं गृहस्थ व्यवहार में रहते कमल फूल समान बनो और मुझे याद करते रहो. അപ്പൊ ബാബ എന്താ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്? ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ടും കമല പുഷ്പ സമാനമായിട്ട് മാറൂ, അതുപോലെ തന്നെ ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ഇത് ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരാണ്. कहते हैं बाबा हंस और बगुले इकट्ठे कैसे रह सकते हैं, किटकिट होती है. അപ്പൊ കുട്ടികൾ ചോദിക്കും ബാബയോട്, ബാബ ഈ ഹംസവും കൊറ്റിയും എങ്ങനെ ഒരുമിച്ചിരിക്കാൻ കഴിയും? ഇടയ്ക്കിടയ്ക്ക് അടിപിടികളൊക്കെ ഉണ്ടാകുമല്ലോ. അതാ ബാബയോട് കുട്ടികൾ ചോദിക്കുന്നത്, എങ്ങനെ ഇരിക്കാൻ കഴിയും ബാബ ഈ ഹംസത്തിനും കൊറ്റിക്കും? അപ്പൊ ബാബ പറയാണ്, അത് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാകും. സഹൻ കർണ പടേഗ, നിങ്ങൾ കുറച്ച് സഹിക്കേണ്ടതായിട്ട് വരും. ഇസ്മേ ബഡി യുക്തിയാം ബി ഹേ, ഇതില് വളരെയധികം യുക്തികൾ വേണമെന്ന് ബാബ പറയാം. പാപ്പുക്കോ കഹാ ജാതാ ഹേ രാംജു രസംബാജ്, അതായത് ബാബയെ പറയുന്നത് വളരെ ബുദ്ധിമാനായ രസികൻ എന്നാണ്. സബ് ഉൻകോ യാദ് കർത്തേ ഹേന ഹേ ഭഗവാൻ ദുഃഖ് ഹരോ രഹം കരോ ലിബറേറ്റ് കരോ. അതായത് എല്ലാവരും ബാബയെ ഓർമ്മിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാ ഓർമ്മിക്കുക? അല്ലയോ ഭഗവാനെ, ദുഃഖത്തെ ഹരിക്കൂ, അതായത് ദുഃഖത്തെ ഇല്ലാതാക്കൂ, ദയ കാണിക്കൂ, മുക്തി തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബാബയെ ഓർമ്മിക്കുന്നുണ്ട് എല്ലാവരും. വോ ലിബറേറ്റർ ബാപ്പ് സബ്കാ ഏക് ഹി ഹേ, ആ മുക്തിദാതാവായ അച്ഛൻ എല്ലാവരുടെയും ഒന്ന് തന്നെയാണ്, അല്ലെ? ലിബറേറ്റർ ഒന്ന് തന്നെയാണ്, മുക്തിദാതാവ് ഒന്ന് തന്നെയാണെന്ന് ബാബ പറയാം. തുമാരെ പാസ് കോയി ബി ആത്തെ ഹേ തോ ഉൻകോ അലഗ് അലഗ് സമझावो, कराची में एक एक को अलग अलग बैठ समझाते थे. ബാബ പറയാണ്, നിങ്ങളുടെ അടുത്ത് ആര് തന്നെ വന്നാലും അവരെ വേറെ വേറെ ഇരുത്തി മനസ്സിലാക്കി കൊടുക്കും. കറാച്ചിയിലും ഓരോരുത്തരെയും വേറെ വേറെ ഇരുത്തിയിട്ടാണ് മനസ്സിലാക്കി കൊടുത്തിരുന്നത് എന്ന് ബാബ പറയാം. തും ബച്ചേ ജബ് योग में मजबूत हो जाएंगे तो फिर तुम्हारा प्रभाव निकलेगा. ബാബ പറയാണ്, എപ്പോഴാണോ നിങ്ങൾ കുട്ടികള് യോഗത്തില് വളരെ ശക്തിശാലികളായിട്ട് മാറുന്നത്, അപ്പോഴാണ് നിങ്ങളുടെ പ്രഭാവം പുറത്തു വരിക. അബി അജൂൻ വഹ് ജോഹർ നഹി ഹെ, ഇപ്പോ ആ ഒരു ശക്തി കുറവുണ്ടെന്ന് ബാബ പറയാം. യാദ് സേ ശക്തി മിൽത്തി ഹെ, അതായത് ഓർമ്മയിലൂടെ തന്നെയാണ് ആ ശക്തി ലഭിക്കുക. പഠായി സേ ശക്തി നഹി മിൽത്തി ഹെ, പഠിപ്പിലൂടെ ഒരിക്കലും ശക്തി ലഭിക്കില്ല. ശക്തി ലഭിക്കുന്നത് എങ്ങനെയാണ്? ഓർമ്മയിലൂടെയാണ്. ജ്ഞാൻ തൽവാർ ഹെ ഉസ്മേം യാദ് കാ ജോഹർ ഭർണ ഹെ. ബാബ പറയാണ്, ജ്ഞാനം എന്ന് പറയുന്നത് വാളാണ്. ആ വാളിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഓർമ്മയുടെ മൂർച്ച നിറയ്ക്കണം. ജ്ഞാനം എന്ന് പറയുന്നത് വാളാണ്. ആ വാളിന് മൂർച്ചയുണ്ടാകണമെങ്കിൽ ഓർമ്മ വേണം. ബാബയുടെ ഓർമ്മയിലൂടെ മാത്രമേ ആ വാളിന് മൂർച്ചയുണ്ടാകൂ. വഹ് ശക്തി കം ഹെ, ആ ഒരു ശക്തി, അല്ലെ, ഓർമ്മയിൽ ഇരുന്നിട്ട് കിട്ടുന്ന ആ ശക്തി ഉണ്ടല്ലോ, അതിന്റെ കുറവുണ്ടെന്ന് ബാബ പറയാം. ബാപ്പ് रोज कहते रहते हैं बच्चे याद की यात्रा में रहने से तुमको ताकत मिलेगी. ബാബ ദിവസവും നമ്മളോട് പറയുകയാണ്, കുട്ടികളെ, നിങ്ങൾ ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ബാബ ദിവസവും മനസ്സിലാക്കി തരാം, അല്ലേ? കുട്ടികളെ, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ. കാരണം ഓർമ്മയിലൂടെയാണ് ശക്തി ലഭിക്കുന്നത്. അതിലൂടെ തന്നെയാണ് നമ്മൾ പാവനമായി മാറുന്നതും നമ്മുടെ വികർമ്മങ്ങൾ വിനാശമാകുന്നതും. മറ്റുള്ളവർക്ക് അമ്പേൽക്കാനും ഓർമ്മയുടെ ആ ശക്തി കൂടെ വേണം. ജ്ഞാനം മാത്രം പോരാ, അതിൽ ഓർമ്മയുടെ ശക്തി കൂടെ ഉണ്ടെങ്കിലേ മറ്റുള്ളവർക്കും പെട്ടെന്ന് അത് തറയ്ക്കുള്ളൂ. അതാ ബാബ പറയുന്നത്.
പഠായിമേം ഇത്തിനി താക്കത്ത് നഹി ഹെ, പഠിപ്പിൽ ഇത്ര ശക്തി ഇല്ല എന്ന് പറയാ ബാബ. യാദ് സേ തും സാരെ വിശ്വക്കെ മാലിക് ബൻതേ ഹോ, ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരികളായിട്ട് മാറുന്നത്. തും അപ്നെ ലിയേ ഹി സബ് കുച്ച് കർത്തേ ഹോ, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ബഹുത്ത് ആയേ ഫിർ ഗയേ, കുറേ പേര് വന്നോ പിന്നീട് പോയി. മായാബി ദുസ്തർ ഹേ, അതായത് മായയും ശക്തിശാലിയാണ്. ബഹുത്ത് നെഹി ആത്തേ ഹേ കഹത്തെ ഹേ ജ്ഞാൻ തോ ബഹുത്ത് അച്ഛാ ഹേ ഖുഷി ബി ഹോത്തി ഹേ, അതായത് കുറെ പേര് വന്നിട്ട് ഇങ്ങനെ പറയും, ജ്ഞാനമെല്ലാം വളരെ നല്ലതാണ്, സന്തോഷവും തോന്നുന്നുണ്ട്. ബാഹർ ഗയ കലാസ്, പുറത്തു പോകുമ്പോൾ കഴിഞ്ഞു. ഇവിടെ ഇരിക്കുമ്പോൾ പറയും ഇതെല്ലാം വളരെ നല്ലതാണ്, കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ബാബ പറയുന്നത് അത് കഴിഞ്ഞ് പുറത്തേക്ക് പോയാലോ കഴിഞ്ഞു. ജരാബി ടഹർനെ നെഹി ദേത്തി, അതായത് കുറച്ചുപോലും നിൽക്കാൻ അനുവദിക്കുന്നില്ല എന്ന് ബാബ പറയാം. കോയി കോയിക്കോ ബഹുത്ത് ഖുഷി ഹോത്തി ഹെ, ചിലർക്കാണെങ്കിലോ വളരെയധികം സന്തോഷമാണ്. ബാബ പറയാണ് ഓഹോ അബ് ബാബ ആയേ ഹേ ഹം തോ ചലേ അപ്പനെ സുഖദാം, അതായത് പറയും ആഹാ ഇപ്പൊ ബാബ വന്നിരിക്കുകയാണ്, ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ വീടായ സുഖധാമത്തിലേക്ക് പോവുകയാണ്. അതായത് അത്രയ്ക്കും സന്തോഷം ഉണ്ടാവും കേൾക്കുമ്പോൾ. അങ്ങനെയുള്ള കുട്ടികളുമുണ്ട്. ബാപ്പ് കഹത്തെ ഹേ അബി പൂരി രാജധാനി സ്ഥാപൻ ഹി കഹാം ഹുയി ഹേ, ബാബ പറയാണ് ഇപ്പോ പൂർണ്ണമായിട്ടും രാജധാനിയുടെ സ്ഥാപന കഴിഞ്ഞിട്ടില്ല എന്ന് പറയാ ബാബ. തും ഇസ് സമയ ഹോ ഈശ്വരീയ സന്താൻ ഫിർ ഹോങ്കെ ദേവദായേ, ബാബ പറയാണ് നിങ്ങൾ ഈ സമയത്ത് ഈശ്വരന്റെ സന്താനങ്ങളാണ്, പിന്നീട് എന്തായി മാറും, ദേവതമാരായിട്ട് മാറുന്ന ബാബ പറയാ. ഡിഗ്രി കം ഹോ ഗയീന, ഡിഗ്രി കുറഞ്ഞില്ലേ. മീറ്റർ മേ പോയിന്റ്സ് ഹോത്തി ഹേ ഇത്തിനി പോയിന്റ്സ് കം, അതായത് മീറ്ററിൽ പോയിന്റ്സ് ഉണ്ടായിരിക്കും, ഇത്ര പോയിന്റ് കുറഞ്ഞു അല്ലെ. ഈശ്വരീയ സന്താനം എന്ന് പറയുമ്പോൾ ഹൈ ഡിഗ്രിയാണ്, പിന്നീട് ദേവത, പിന്നെ ക്ഷത്രിയൻ, അങ്ങനെ അങ്ങനെ വരുമ്പോൾ കുറച്ച് കുറച്ച് കുറവ് വരികയാണ് ഡിഗ്രിയിൽ അല്ലേ. അതാ ബാബ പറയുന്നത്. കലകൾ പതുക്കെ പതുക്കെ കുറയുന്നത് അങ്ങനെയാണ്. തും അബി എക്ദം ഊഞ്ച് ബൻതേ ഹോ ഫിർ കം ഹോത്തെ ഹോത്തെ നീച്ചെ ആ ജാത്തെ ഹോ, ബാബ പറയാണ് നിങ്ങൾ ഇപ്പോൾ അത്രയ്ക്കും ഉയർന്നവരായിട്ട് മാറുകയാണ്, പിന്നീട് എന്തുണ്ടാകും, പതുക്കെ പതുക്കെ താഴേക്ക് വരും. സീഡി നീച്ചെ ഉതർനാ ഹി ഹേ, ഏണിപ്പടി താഴെ ഇറങ്ങുക തന്നെ വേണം. അപ്പൊ തുമാരി ബുദ്ധി മേം സീഡി കാ ഗ്യാൻ ഹേ, ഇപ്പൊ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഈ ഏണിപ്പടിയുടെ ജ്ഞാനമുണ്ട് എന്ന് ബാബ പറയാം. ചഡ്തി കല സർവ് കാ ബല, അതായത് ഉയരുന്ന കലയില് എല്ലാവരുടെയും നന്മയുണ്ടായിരിക്കും. ഫിർ ധീരെ ധീരെ ഉതർത്തി കല ഹോത്തി ഹേ, പിന്നീട് എന്തായിരിക്കും, പതുക്കെ പതുക്കെ താഴേക്ക് ഇറങ്ങുന്ന കലയായിരിക്കും. അപ്പൊ ഉയരുന്ന കല ഈ ഒരു സംഗമ യുഗത്തിൽ മാത്രമേ ഉള്ളൂ. എപ്പോഴാണോ ബാബ ഭൂമിയിൽ അവതരിച്ച് നമ്മൾ കുട്ടികളെ ദത്തെടുത്ത് ജ്ഞാനം തരുന്നത്, അപ്പോഴാണ് ഉയരുന്ന കല. ഈ ഒരു ജന്മത്തിൽ മാത്രമാണ് നമ്മുടെ ഉയരുന്ന കല. പിന്നീട് നമ്മളതായി മാറിക്കഴിഞ്ഞാൽ സത്യയുഗം മുതൽ പിന്നെ നമ്മുടെ ഏണിപ്പടി ഇറങ്ങുന്ന കലയാണ്. അതാണ് ബാബ പറയുന്നത്. ശുരു സേ ലേക്കർ ഇസ് ചക്ര കോ അച്ചി രീതി സമജ്നാ ഹേ, അപ്പൊ ബാബ പറയാണ് തുടക്കം മുതൽ ഈ ചക്രത്തെ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഇസ് സമയ തുമാരി ചഡ്തി കല ഹോത്തി ഹേ ക്യോങ്കി ബാപ്പ് സാത്ത് ഹേന, അതായത് ബാബ പറയാണ് ഈ സമയത്ത് നിങ്ങൾ കുട്ടികളുടെ ഉയരുന്ന കലയാണ്. എന്തുകൊണ്ടാണ് ഉയരുന്ന കല? കാരണം ബാബ നമ്മുടെ കൂടെയുണ്ട്, ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് നമ്മുടെ ഉയരുന്ന കലയാണെന്ന് ബാബ പറയുന്നത്. ഈശ്വർ ജിസ്കോ മനുഷ്യ സർവവ്യാപി കഹ് ദേത്തെ ഹേ വഹ് ബാബ मीठे मीठे बच्चे कहते रहते हैं और बच्चे फिर बाबा बाबा कहते रहते हैं. അതായത് ബാബ പറയാണ് ഈശ്വരൻ ആരെയാണോ മനുഷ്യര് സർവവ്യാപി എന്ന് പറയുന്നത് അല്ലെ, മനുഷ്യര് എന്താ പറയുന്നത് ഈശ്വരനെ കുറിച്ച്? ഈശ്വരൻ സർവവ്യാപിയാണ്. അപ്പൊ ബാബ പറയാണ് മനുഷ്യർ ആരെയാണോ സർവവ്യാപി എന്ന് പറയുന്നത് ആ ഈശ്വരൻ, ആ ബാബ
ഇപ്പോൾ ഇവിടെ മധുരമായ കുട്ടികളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കുട്ടികൾ അതുപോലെ എന്താ പറയുന്നത്? ബാബ ബാബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഈശ്വരൻ എവിടെയുണ്ട്? സർവവ്യാപി എന്നാണല്ലോ പറഞ്ഞത് ഈശ്വരനെ. ബാബ ഹംകോ പഠാനെ ആയേ ഹേ ആത്മാ പഠിത്തേ ഹേ. ബാബ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. പഠിക്കുന്നത് ആരാണ്? ആത്മാക്കളാണ്. ആത്മാ ഹി കർമ്മ കർത്തി ഹേ. ആത്മാവ് തന്നെയാണ് കർമ്മം ചെയ്യുന്നതും. ഹം ആത്മാ ശാന്ത സ്വരൂപ ഹോം. നമ്മൾ ആത്മാക്കള് ശാന്ത സ്വരൂപമാണ്. ഇസ് ശരീർ ദ്വാര കർമ്മ കർത്തി ഹോം. ഈ ശരീരത്തിലൂടെ തന്നെയാണ് നമ്മൾ ആത്മാക്കൾ കർമ്മം ചെയ്യുന്നത്. അശാന്ത് അക്ഷർ ഹി തബ് കഹാ ജാതാ ഹേ ജബ് ദുഃഖ് ഹോതാ ഹേ. ബാബ പറയാണ്, അതായത് നമ്മൾ ആത്മാക്കള് ശാന്ത സ്വരൂപമാണ്, ഈ ശരീരത്തിലൂടെയാണ് കർമ്മം ചെയ്യുന്നത്. ഇനി അശാന്തി എന്ന അക്ഷരം എപ്പോഴാണ് വന്നത്? എപ്പോഴാണോ ദുഃഖം ആരംഭിച്ചത് അപ്പോഴാണ് ഈ അശാന്തി എന്ന അക്ഷരം വന്നതെന്ന് ബാബ പറയാം. ബാക്കി ശാന്തത്തോ ഹമാര സ്വധർമ്മ ഹേ. ശാന്തി എന്ന് പറയുന്നത് നമ്മുടെ സ്വധർമ്മമാണ്. പക്ഷെ എപ്പോ ദുഃഖം ആരംഭിച്ചോ അപ്പോ അശാന്തി എന്ന അക്ഷരം വന്നു തുടങ്ങി. बहुत कहते हैं मन की शांति हो. अरे आत्मा तो स्वयं शांत स्वरूप है. उनका घर ही है शांतिधाम. അതായത് കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട് മനസ്സിന് ശാന്തി വേണം എന്നൊക്കെ. അപ്പൊ ബാബ പറയാണ്, അതായത് ആത്മാ എന്ന് പറയുന്നത് സ്വയം ശാന്ത സ്വരൂപമാണ്. ആത്മാവിന്റെ വീടോ ശാന്തിധാമമാണ്. തും അപ്പനേക്കോ ഭൂൽ ഗയേ ഹോ. നിങ്ങൾ നിങ്ങളെ മറന്നു കഴിഞ്ഞു. അതാണല്ലോ ഇങ്ങനെ എന്താണ് ശാന്തി വേണം, സുഖം വേണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ്? സ്വയത്തെ മറന്നു. സ്വയം ആത്മാവാണ്, ആത്മാവിന്റെ സ്വധർമ്മം ശാന്തിയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറയില്ലല്ലോ. അതാ ബാബ പറയുന്നത്, നിങ്ങളെ തന്നെ മറന്നു കഴിഞ്ഞു. തും തോ ശാന്തി ധാം കെ രഹനെ വാലേ ദേ ശാന്തി വഹാം ഹി മിലേഗി. ബാബ പറയുന്നത്, നിങ്ങൾ ശാന്തിധാമത്തിൽ വസിച്ചിരുന്നവരായിരുന്നു, ശാന്തി അവിടുന്ന് തന്നെയാണ് ലഭിക്കുക. ആജ്കൽ കഹത്തെ ഹേ ഏക് രാജ്യ ഏക് ധർമ്മ ഏക് ഭാഷ ഹോ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഒരു രാജ്യം, ഒരു ധർമ്മം, ഒരു ഭാഷ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. വൺ കാസ്റ്റ്, വൺ റിലീജിയൻ, വൺ ഗോഡ്. അതായത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അബ് ഗവൺമെന്റ് ലിഖ്തി ബി ഹേ വൺ ഗോഡ് ഹേ, ഫിർ സർവവ്യാപി ക്യൂം കഹത്തെ ഹേ. ബാബ പറയാണ്, ഇപ്പോ ഗവൺമെന്റ് ഇങ്ങനെയും എഴുതുന്നുണ്ട്, ഒരു ദൈവമാകുന്നു എന്ന് എഴുതുന്നുണ്ട്. പക്ഷെ ബാബ ചോദിക്കുക, പിന്നെ വീണ്ടും ഈ സർവവ്യാപി എന്ന് എന്തിനാ പറയുന്നത്? വൺ ഗോഡ് തോ കോയി മാൻതാ ഹി നഹി ഹേ. ഒരു ദൈവം എന്നുള്ളത് ആരും അംഗീകരിക്കുന്നില്ല. തോ അബ് തുംകോ ഫിർ യഹ് ലിഖ്നാ ഹേ. അപ്പൊ ബാബ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾക്കിത് വീണ്ടും എഴുതേണ്ടതുണ്ട്. ലക്ഷ്മി നാരായൺ കാ ചിത്ര ബനാത്തെ ഹോ ऊपर में लिख दो सत्ययुग में जब इनों का राज्य था तो वन गॉड वन डीटी റിലീജിയൻ था. ബാബ പറയാണ്, ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതിന്റെ മുകളിൽ നിങ്ങൾ ഇങ്ങനെ എഴുതണം. അതായത് സത്യയുഗത്തിൽ എപ്പോഴാണോ ഇവരുടെ രാജ്യം, അതായത് ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യം സത്യയുഗത്തിൽ ഉണ്ടായിരുന്നത്, അപ്പോൾ ഒരു ദൈവം, ഒരു ദൈവീക മതം ആയിരുന്നു എന്നുള്ളത് എഴുതണമെന്ന് ബാബ പറയാം. പരന്തു മനുഷ്യ കുച്ച് സമജ്തേ നഹി ഹേ, അറ്റൻഷൻ നഹി ദേത്തെ. ബാബ പറയാണ്, പക്ഷേ മനുഷ്യര് ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല, ഒരു ശ്രദ്ധയും നൽകുന്നില്ല എന്ന് ബാബ പറയാം. അറ്റൻഷൻ ഉൻകാ ജായേഗാ ജോ ഹമാരെ ബ്രാഹ്മൺ കുൽക്കാ ഹോഗാ. അതായത് ശ്രദ്ധ ആർക്കാ ഉണ്ടാവുക? ആരാണോ നമ്മുടെ ബ്രാഹ്മണ കുലത്തിലേത് അവർക്കാണ് ഈ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ ഉണ്ടായിരിക്കുക എന്ന് ബാബ പറയാം. ഓർ കോയി നഹി സമझेंगे इसलिए ബാബ कहते हैं अलग अलग बिठाओ फिर समझाओ. അപ്പൊ ബാബ പറയുന്നത്, അല്ലാതെ വേറെ ഒരാളും ഇത് മനസ്സിലാക്കില്ല. അപ്പൊ ആരാണോ നമ്മുടെ ബ്രാഹ്മണ കുലത്തിലേത് അവർ വളരെയധികം ശ്രദ്ധയോടെ ഇത് കേൾക്കും.
അല്ലാതെ ആരും ഇത് മനസ്സിലാക്കില്ല എന്ന് ബാബ പറയാം. അതുകൊണ്ടാണ് ബാബ പറയുന്നത് എല്ലാവരെയും വേറെ വേറെ ഇരുത്തി മനസ്സിലാക്കി കൊടുക്കൂ. फॉर्म भरा हो तो मालूम पड़ेगा क्योंकि कोई किसको मानने वाला होगा कोई किसको. ബാബ പറയുന്നത് നിങ്ങൾ ഫോമും പൂരിപ്പിക്കൂ, ഓരോരുത്തരുടെയും ഫോം പൂരിപ്പിക്കണം. അപ്പോൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതായത് ആര് ആരെയാണ് അംഗീകരിക്കുന്നത്, ആര് ആരെയാണ് അംഗീകരിക്കുന്നത്, അല്ലേ? ഓരോരുത്തരും വേറെ വേറെയാണല്ലോ കാരണം അത്രയധികം മതാന്തരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പലരെയും അംഗീകരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഫോം പൂരിപ്പിക്കാൻ പറയാണ് ബാബ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഓരോരുത്തരും എന്തിനെയാണ് അംഗീകരിക്കുന്നത് എന്ന്. സബ്കോ ഇക്കട്ട കൈസേ സമജായെങ്കെ. കാരണം പലരും പലരെയാണ് അംഗീകരിക്കുന്നത്. അപ്പോൾ ഈ എല്ലാവരെയും ഒരുമിച്ചിരുത്തി എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും ബാബ ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് ബാബ പറയുന്നത് എല്ലാവരെയും വേറെ വേറെ ഇരുത്തി മനസ്സിലാക്കി കൊടുക്കൂ. അപ്പിനി അപ്പിനി ബാത്ത് സുനാനെ ലഗ് പടയുക. അപ്പം എല്ലാവരെയും ഒരുമിച്ചിരുത്തുമ്പോൾ എന്തുണ്ടാകും? ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ കേൾപ്പിക്കാൻ തുടങ്ങും. കാരണം ഓരോരുത്തരും അവരവരുടെ അതായത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണല്ലോ അവർ ഓരോരുത്തരെ അംഗീകരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഒരുമിച്ചിരുത്തി മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങും. പഹലെ പഹലെ തോ പൂച്ഛന ചാഹിയേ കഹാം ആയേ ഹോ. ആദ്യം നിങ്ങൾ ഈ ഒരു കാര്യം ചോദിക്കണം, നിങ്ങൾ എവിടെയാണ് വന്നിരിക്കുന്നത്? ബി കെ നാം സുനാഹേ. നിങ്ങൾ ബി കെ എന്ന പേര് കേട്ടിട്ടുണ്ടോ? പ്രജാപിത ബ്രഹ്മ തുമാരാ ക്യാ ലഗ്താ ഹേ. പ്രജാപിത ബ്രഹ്മാവ് നിങ്ങൾക്ക് ആരായിട്ടാണ് തോന്നുന്നത്? കബി നാം സുനാഹേ. നിങ്ങൾ ആ പേര് കേട്ടിട്ടുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറയാണ് ബാബ. തും പ്രജാപിത ബ്രഹ്മ കി സന്താൻ നെഹി ഹോ ഹം തോ പ്രാക്ടിക്കൽ മേ ഹേ. അതായത് നിങ്ങൾ പ്രജാപിതാവിൻ്റെ സന്താനങ്ങളല്ല, ഞങ്ങളിപ്പോൾ പ്രാക്ടിക്കലിലാണ്. ഹോ തും ബി പരന്തു സമജ്തേ നെഹി ഹോ. നിങ്ങളും പ്രജാപിതാവിൻ്റെ സന്താനങ്ങളാണ്, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. സംജാനേക്ക് ബഡി യുക്തി ചാഹിയെ. മനസ്സിലാക്കി കൊടുക്കുന്നതിലും ബാബ പറയുന്നത് വളരെ വലിയ യുക്തി ആവശ്യമാണ്. അച്ഛാ मीठे मीठे सिकीलदे बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी मात पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ഇനി ബാബ ധാരണയ്ക്കുള്ള മുഖ്യ പോയിന്റ് പറയാണ്. फर्स्ट पॉइंट, मंदिरों आदि को देखते सदा यह स्मृति रहे कि यह सब हमारा ही यादगार है. अब हम ऐसा ലക്ഷ്മി നാരായൺ ബൻ രഹേ ഹേ. ബാബ പറയാണ്, ക്ഷേത്രങ്ങൾ മുതലായവ നിങ്ങൾ കാണുമ്പോൾ സദാ നിങ്ങൾക്ക് ഈ ഒരു സ്മൃതി ഉണ്ടായിരിക്കണം, ഇതെല്ലാം ഞങ്ങളുടെ തന്നെ ഓർമ്മചിഹ്നമാണ്. ഇപ്പോൾ നമ്മൾ അതുപോലെയുള്ള ലക്ഷ്മി നാരായണനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്മൃതി നമ്മൾ ഏത് ക്ഷേത്രം കാണുമ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണമെന്ന് ബാബ പറയാണ്. സെക്കൻഡ് പോയിന്റ്, ഗൃഹസ്ഥ വ്യവഹാർ മേ രഹത്തെ കമൽ ഫൂൽ സമാൻ രഹനാ ഹേ. ഹൻസ് और ബഗൂലെ സാത്ത് ഹേ तो बहुत युक्ति से चलना है, सहन भी करना है. ബാബ പറയാണ്, ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ടും കമല പുഷ്പ സമാനം, അല്ലെ, താമര പൂവിന് സമാനം നിങ്ങൾ മാറണം, അങ്ങനെയായിട്ടിരിക്കണം. അതുപോലെ ഹംസവും കൊറ്റിയും ഒരുമിച്ചിരുന്നു കൊണ്ടും വളരെയധികം യുക്തിയോടുകൂടി നടക്കണം, അല്ലെ, വഴക്കുകളൊന്നും ഉണ്ടാക്കരുത്, വളരെ യുക്തിയോടെ നടക്കണം. അതുപോലെ സഹിക്കേണ്ടതായിട്ടുമുണ്ട്, സഹിക്കുകയും ചെയ്യണമെന്ന് ബാബ പറയാം. ഇനി ബാബ വരദാനം തരാണ്. ഏകത ഓർ സന്തുഷ്ടത കെ സർട്ടിഫിക്കറ്റ് ദ്വാര സേവാവോ മേം സദാ സഫലത മൂർത്ത് ഭവ. അതായത് ഏകത അറിയാലോ നമുക്ക്. ഏകത എന്ന് പറയുമ്പോൾ ഒരുമ, അതുപോലെ സന്തുഷ്ടത.
ഈ 2 സർട്ടിഫിക്കറ്റിലൂടെ സേവനത്തിൽ സദാ സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ. ഇപ്പം സേവനം ഒരു ചെയ്യുമ്പോൾ അതിൽ സഫലത വരണമെങ്കിൽ 2 കാര്യം വേണ്ടത് എന്താണ്? ഏകത, സന്തുഷ്ടത. ഈ 2 സർട്ടിഫിക്കറ്റ് വേണം. ഈ 2 സർട്ടിഫിക്കറ്റിലൂടെ നമ്മൾ സേവനം ചെയ്താൽ സഫലത തീർച്ചയാണ്. ബാബ അതിന് എക്സ്പ്ലനേഷൻ തരാണ്. सेवाओं में सफलता मूर्त बनने के लिए 2 बातें ध्यान में रखनी है. एक संस्कारों को मिलाने की यूनिटी और दूसरा स्वयं भी सदा संतुष्ट रहो तथा दूसरों को भी संतुष्ट करो. ബാബ പറയാണ്, സേവനത്തില് സഫലത മൂർത്തിയായിട്ട് മാറുന്നതിനു വേണ്ടി 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ വെക്കേണ്ടതുണ്ട്. അതേതാ ബാബ 2 കാര്യങ്ങൾ പറയുന്നത്? ഒന്ന്, സംസ്കാരങ്ങൾ, അല്ലെ, പല സംസ്കാരങ്ങളായിരിക്കും. ഈ സംസ്കാരങ്ങളെയെല്ലാം എന്താണ് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ആ ഒരു ഒരുമ വേണം. അതുപോലെ ബാബ പറയാണ്, രണ്ടാമത്തേത് എന്താണ്? സ്വയവും സദാ സന്തുഷ്ടമായിരിക്കണം, അതുപോലെ മറ്റുള്ളവരെയും സദാ സന്തുഷ്ടമാക്കണം. അപ്പം സന്തുഷ്ടതയും വേണം, ഏകതയും വേണം, യൂണിറ്റി, അല്ലേ? എല്ലാ സംസ്കാരങ്ങളെയും ചേർത്ത് കൊണ്ടുപോവുക, ആ ഒരു കഴിവ് അതും വേണം. പിന്നെ സ്വയം സന്തുഷ്ടമായിരിക്കണം, മറ്റുള്ളവരെയും സന്തുഷ്ടമാക്കണം. അത് രണ്ടുമാണ് ബാബ എന്താണ് ശ്രദ്ധയിൽ വയ്ക്കാൻ പറയുന്ന 2 കാര്യങ്ങൾ. സദാ ഏക് ദോമേം സ്നേഹ കി ഭാവന സേ श्रेष्ठता की भावना से संपर्क में आवो तो यह दोनों സർട്ടിഫിക്കറ്റ് मिल जाएंगे. ബാബ പറയുന്നത്, സദാ നിങ്ങൾ പരസ്പരം സ്നേഹത്തിൻ്റെ ഭാവനയിലൂടെ, ശ്രേഷ്ഠതയുടെ ഭാവനയിലൂടെ നിങ്ങൾ സമ്പർക്കത്തിൽ വരൂ. അപ്പോൾ ഈ 2 സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സദാ നമ്മൾ എങ്ങനെയായിരിക്കണം? പരസ്പരം സ്നേഹത്തിൻ്റെ ഭാവനയായിരിക്കണം. അതുപോലെ ശ്രേഷ്ഠതാക്കി ഭാവന, അല്ലെ, ശ്രേഷ്ഠ ഭാവനയായിരിക്കണം പരസ്പരം. അങ്ങനെയുള്ള സമ്പർക്കത്തിൽ നിങ്ങൾ വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 സർട്ടിഫിക്കറ്റും ലഭിക്കും. फिर आपकी प्रैक्टिकल जीवन बाप के सूरत का दर्पण बन जाएगी और उस दर्पण में बाप जो है जैसा है वैसा दिखाई देगा. അപ്പോൾ ബാബ പറയാണ്, പിന്നീട് അങ്ങനെയാണെങ്കിൽ പിന്നീട് എന്തുണ്ടാകും? നിങ്ങളുടെ പ്രാക്ടിക്കൽ ജീവിതം അത് ബാബയുടെ മുഖത്തിൻ്റെ കണ്ണാടിയായി മാറും, അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതം കാണുമ്പോൾ തന്നെ അതിലൂടെ ബാബയെ അറിയാൻ കഴിയും. അതാണ് ബാബയുടെ മുഖത്തിൻ്റെ കണ്ണാടിയായിട്ട് മാറും നമ്മുടെ പ്രാക്ടിക്കൽ ജീവിതം. അതുപോലെ ബാബ പറയാണ്, ആ കണ്ണാടിയിലൂടെ എന്താണ് കാണാൻ സാധിക്കുക? ബാബ എന്താണോ എങ്ങനെയാണോ അതുപോലെ തന്നെ കാണപ്പെടും. അപ്പോൾ നമ്മളുടെ പ്രാക്ടിക്കൽ ജീവിതത്തിലൂടെ വേണം നമ്മൾ ബാബയെ പ്രത്യക്ഷപ്പെടുത്താൻ. അപ്പോൾ അതിനായിട്ട് ബാബ എന്താ പറയുന്നത്? ഏകത, ഒരുമയായിരിക്കണം, അതുപോലെ സന്തുഷ്ടത. ഈ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിലൂടെയാണ് ബാബയെ നമുക്ക് പ്രത്യക്ഷപ്പെടുത്താൻ കഴിയുക. കാരണം ഇതിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ ജീവിതം തന്നെ ഒരു കണ്ണാടിയായിട്ട് മാറും, ബാബയെ കാണുന്നതിനുള്ള കണ്ണാടിയായിട്ട് മാറുമെന്ന് ബാബ പറയാം. സ്ലോഗൻ, ആത്മാസ്ഥിതി में स्थित होकर अनेक आत्माओं को जीदान दो तो दुआएं मिलेंगी. ബാബ പറയാണ്, ആത്മസ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് അനേക ആത്മാക്കൾക്ക് നിങ്ങൾ ജീവദാനം കൊടുക്കൂ. ആത്മസ്ഥിതിയിൽ, അല്ലെ, ആത്മീയമായ സ്ഥിതിയിൽ നമ്മൾ സ്ഥിതി ചെയ്തുകൊണ്ട് അനേകർക്ക് എന്താണ്? ജീവദാനം കൊടുക്കൂ. അപ്പോൾ ബാബ പറയണ എന്താണ്? ആശീർവാദം ലഭിക്കും. അനേകർക്ക് ജീവദാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാവരും വളരെ ദുഃഖിതരാണ്, അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാബ പറയില്ലേ, അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ദുഃഖിതരാണ്, പിടയുന്നവരാണ്, നിലവിളിക്കുന്നവരാണ്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഈ ബാബയുടെ പരിചയം കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ എന്താണ്? അവർക്കൊരു ജീവദാനാണ്. അതാ ബാബ പറയുന്നത്, ആത്മസ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ അനേകർക്ക് ജീവദാനം കൊടുക്കൂ. അപ്പോൾ അത് ആശീർവാദമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും.
अव्यक्त सूचना। अब लगन की अग्नि को प्रज्वलित कर योग को ज्वाला रूप बनावो. ബാബ എന്താ പറയുന്നത്, ഇപ്പം നിങ്ങൾ ഉത്സാഹത്തിൻ്റെ അഗ്നി ഉണ്ടല്ലോ, അത് നിങ്ങൾ പ്രജ്വലിതമാക്കി യോഗത്തെ ജ്വാലാരൂപമാക്കി മാറ്റൂ. जैसे अग्नि में कोई भी चीज डालो तो नाम रूप गुण सब बदल जाता है. ബാബ പറയാണ്, എങ്ങനെയാണോ നമ്മൾ അഗ്നിയിൽ ഒരു വസ്തു ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പേരും രൂപവും ഗുണവും എല്ലാം മാറും അല്ലേ, മൊത്തം പരിവർത്തനം വരും അത്. ऐसे जब बाप के याद के लगन की अग्नि में पड़ते हो तो परिवर्तन हो जाते हो. അതുപോലെ തന്നെ ബാബ പറയാണ്, എപ്പോഴാണ് നിങ്ങൾ ബാബയുടെ ഓർമ്മ അല്ലെ, ബാബയുടെ ഓർമ്മയുടെ ആ ഉത്സാഹത്തിന്റെ അഗ്നിയിലിരിക്കുക, അപ്പോൾ നിങ്ങളിൽ പരിവർത്തനം തീർച്ചയായിട്ടും വരും. മനുഷ്യ സേ ബ്രാഹ്മൺ ബൻ ജാത്തെ, ഫിർ ബ്രാഹ്മൺ സേ ഫരിഷ്ത, സോ ദേവത ബൻ ജാത്തെ. മനുഷ്യനിൽ നിന്ന് ബ്രാഹ്മണനായിട്ട് മാറും, പിന്നീട് ബ്രാഹ്മണനിൽ നിന്ന് ദേവതയായിട്ട്, ബ്രാഹ്മണനിൽ നിന്ന് ഫരിസ്ത, ഫരിസ്തയിൽ നിന്നും ദേവതയായിട്ട് മാറും. लगन की अग्नि से ऐसा परिवर्तन होता है जो अपनापन कुछ भी नहीं रहता, इसलिए याद को ही ज्वालारूप कहा है. ബാബ പറയുന്നത്, അതായത് ആ ഉത്സാഹത്തിൻ്റെ അഗ്നി, അതിലൂടെ പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ എന്തുണ്ടാകും, അതായത് എൻ്റേത് എന്ന്, അപ്പനാപ്പൻ അല്ലേ, എൻ്റേത് എന്നുള്ള ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ബാബ പറയുന്നത്, അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഈ ഓർമ്മയെ തന്നെയാണ് ജ്വാലാരൂപം എന്ന് പറയുന്നത് അല്ലേ. ഓർമ്മ ജ്വാലാരൂപമാക്കി മാറ്റുമ്പോൾ പിന്നെന്താണ്, ഞാൻ എൻ്റെ ഇതൊന്നും ഉണ്ടായിരിക്കില്ല, എല്ലാം ബാബ. ബാബയിൽ അങ്ങനെ ആയിരിക്കും നമ്മൾ, ബാബ എന്നുള്ള ആ ഒരു ഇത് മാത്രമേ നമുക്ക് ഉണ്ടായിരിക്കുള്ളൂ. അതാ ബാബ പറയുന്നത്, അതായത് ഉത്സാഹത്തിൻ്റെ അഗ്നിയിലൂടെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പരിവർത്തനം ഉണ്ടാകും. അതായത് നമ്മൾക്ക് ഇത് എന്താണ്, എൻ്റേത് എന്നുള്ള ഒന്നും തന്നെ അവിടെ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് ബാബ ഈ ഓർമ്മയെ എന്ത് പറയുന്നത്, ജ്വാലാരൂപം എന്ന് പറയുന്നത്. ഈ ഓർമ്മയെ തന്നെയാണ് ജ്വാലാരൂപം എന്ന് പറയുന്നത്. അപ്പോൾ ബാബയുടെ ഓർമ്മയിലൂടെയാണ് നമുക്ക് ശക്തി ലഭിക്കുന്നത് അല്ലേ. ബാബ പറയില്ലേ, ജ്ഞാനം എന്ന് പറയുന്നത് വാളാണ്, പക്ഷെ ആ വാളിന് മൂർച്ചയുണ്ടാകണമെങ്കിൽ എന്ത് വേണം, ബാബയുടെ ഓർമ്മ. ഓർമ്മയിലൂടെയാണ് ശക്തി ലഭിക്കുക. ആ ഓർമ്മയിലൂടെ ശക്തി ലഭിക്കുമ്പോഴാണ് നമുക്ക് സേവനം ചെയ്യുമ്പോൾ ഏത് രൂപത്തിൽ പറ്റുക, അതായത് 2 ഗുണങ്ങൾ ബാബ വേണമെന്ന് പറഞ്ഞു, ഏകത വേണം, സന്തുഷ്ടതയും വേണം. അപ്പം ഇതും ലഭിക്കുന്നത് ഇതിലൂടെയാണ്, ശക്തിയിലൂടെയാണ്. അപ്പം എല്ലാത്തിൻ്റെയും ആധാരം എന്ന് പറയുന്നത് ഓർമ്മയാണ്. ബാബയെ ഓർമ്മിക്കുമ്പോഴാണ് ഓരോ ഗുണങ്ങളും ശക്തികളും നമുക്ക് നേടുന്നത്. അതിലൂടെയാണ് സേവനത്തിലും സഫലത വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കതിനായിട്ട് ബാബയെ 1 മിനിറ്റ് ഓർമ്മിക്കാം. ഓം ശാന്തി. ഓം ശാന്തി.